ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മാർച്ച് വരെ ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളുടെ വിവരങ്ങളെ പറ്റിയിട്ടാണ്. അതിൻ്റെ തൊട്ട് തുടർച്ചയെന്നോണം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ചിത്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷത്തെ തന്നെ ലൈനപ്പ് ചെയ്തിരിക്കുന്ന സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവീസസ് ഈ ഒരു കാലയളവിനുള്ളിലാണ് റിലീസ് ചെയ്യുന്നത്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മാറി മറിയാൻ സാധ്യതയുള്ള കുറേ പടങ്ങളുടെ സീക്വലുകൾ, കുറേ ഏറെ നല്ല പെർഫോമൻസസ്, നല്ല ട്രെയിലറുകൾ കണ്ടു വെച്ചിട്ട് കുറേയേറെ നല്ല ചിത്രങ്ങളുടെ റിലീസുകൾ വരുന്നൊരു ടൈം പീരീഡാണിത്. ഈ ഒരു മിഡ് ഇയർ മൂവീസ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സിനിമാ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്, സിനിമാ ലവേഴ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രമാണ് മൈൻക്രാഫ്റ്റ് മൂവി. ലോകത്തിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഗെയിമായ മൈൻക്രാഫ്റ്റിൻ്റെ ആദ്യ ലൈവ് ആക്ഷൻ ചിത്രമാണിത്. ഒരു ഗ്രൂപ്പ് ഓഫ് മൈൻക്രാഫ്റ്റ് ഗെയിമേഴ്സ് ടെസറാക്റ്റ് പോലുള്ളതിൻ്റെ സഹായത്തോടെ പോർട്ടൽസ് ഓപ്പണാക്കി മൈൻക്രാഫ്റ്റ് യൂണിവേഴ്സിലേക്ക് എൻ്റർ ആവുന്നതും അതിനെ തുടർന്ന് അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ടാസ്കുകളും അവിടുന്ന് പുറത്തു കടക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. 2012 ആദ്യം മൈൻക്രാഫ്റ്റ് ഒരു സീരിയസ് ആയിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് നടക്കാതെ വന്നതോടെ 3 വർഷങ്ങൾക്കിപ്പുറം വാർണർ ബ്രദേഴ്സ് അതൊരു സിനിമയാക്കാനായിട്ട് തയ്യാറെടുക്കുകയും 2022 പ്രൊജക്റ്റ് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഏപ്രിൽ 4 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് വാർഫെയർ. 28 ഇയേഴ്സ് ലേറ്റർ മൂവീസ്, അൻഹൈലേഷൻ, മെൻ, സിവിൽ വാർ തുടങ്ങിയ ഗംഭീര ചിത്രങ്ങളുടെ സംവിധായകനായ അലക്സ് ഗാർലൻഡിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഒരു വാർ ബേസ്ഡ് മൂവിയാണ് വാർഫെയർ. ചിത്രത്തിൻ്റെ സഹരചയിതാവും സംവിധായകനും കൂടിയായ റേയ് മെൻഡോസ താൻ US നേവിയിലെ സീൽ ആയിരിക്കെ ഇറാൻ വാറിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വാർ ബേസ്ഡ് മൂവീസ് നല്ല വൃത്തിക്കെടുക്കാൻ കഴിവുള്ള അലക്സ് ഗാർലൻഡിൻ്റെ സിവിൽ വാർ എന്ന മൂവിക്ക് ശേഷം പുറത്തു വരുന്ന അടുത്ത ചിത്രമാണ് വാർഫെയർ. സിവിൽ വാർ IMAXൽ കണ്ടവർക്കൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈലി എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരു മൂവിയാണ് വാർഫെയർ. ഏപ്രിൽ 11 ചിത്രത്തിൻ്റെ റിലീസ്. അടുത്ത ചിത്രമാണ് ദി അമേച്ചർ. 1981 ഇതേ പേരിൽ പുറത്തിറങ്ങിയ ഒരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചിത്രമാണിത്. ലണ്ടനിലെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ CIA ക്രിപ്റ്റോഗ്രാഫറിൻ്റെ ഭാര്യ കൊല്ലപ്പെടുകയും അതിനെതിരെ ഒരാക്ഷനും സ്വീകരിക്കാത്ത ഹയർ അതോറിറ്റീസിനോടുള്ള അമർഷത്തിൽ ഒരു ഫീൽഡ് ഓപ്പറേഷനായി ട്രെയിൻ ചെയ്ത് ഭാര്യയുടെ കൊലപാതകികളെ കൊല്ലാൻ നടക്കുന്ന നായകൻ്റെ വൺ മാൻ മിഷനാണ് ഈ ചിത്രം. ചാൾസ് ഹാൾട്ടർ എന്ന നായക കഥാപാത്രമായി റെമി മാലിക്കും അയാളുടെ ഭാര്യയായി റേച്ചൽ ബ്രോസ്നാനും ജോൺ ബ്രന്താലും ലോറൻസ് ഫിഷ്ബേണും തുടങ്ങിയ വലിയൊരു കാസ്റ്റ് തന്നെ ഈ ചിത്രത്തിലുണ്ട്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ദി അമേച്ചർ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് സിന്നേഴ്സ്. ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവറിന് ശേഷം റയാൻ കൂഗ്ലർ ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമാണ് സിന്നേഴ്സ്. റയാൻ കൂഗ്ലർ മൈക്കിൾ ബി ജോർഡാൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങുന്ന 6ാമത് ചിത്രം എന്ന നിലയിൽ സിന്നേഴ്സിന് വലിയ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കുള്ളത്. 1930കളിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടക്കുന്നൊരു കഥയാണിത്. കാലഘട്ടത്തിൽ മൈക്കിൾ ബി ജോർഡൻ്റെ കഥാപാത്രങ്ങളായ എലീജും എലിയാസും അധികാരികളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വംശീയ അധിക്ഷേപങ്ങളെ തുടർന്ന് അവർ ജന്മനാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും അവരെ സ്വീകരിക്കാൻ അവിടെ ഒരു വാമ്പയർ ഈവിൾ അവരുടെ വരവും കാത്തു നിൽക്കുന്നതും ആ ഈവിളിൻ്റെ പക്കൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നും അവിടെ നിലകൊള്ളുന്ന വംശീയ അധിക്ഷേപങ്ങളും അമാനുഷിക ദുരാചാരങ്ങളും നശിപ്പിക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് കഥയുടെ ഇതിവൃത്തം. സിന്നേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഹോളിവുഡിലെ തന്നെ പ്രമുഖ പ്രൊഡക്ഷൻ കമ്പനികളായ വാർണർ ബ്രദേഴ്സ്, സോണി പിക്ചേഴ്സ്, യൂണിവേഴ്സൽ പിക്ചേഴ്സ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ തമ്മിൽ ഒരു ബിഡിംഗ് വാർ തന്നെ നടക്കുകയും പിന്നീട് വലിയൊരു തുകയ്ക്ക് വാർണർ ബ്രദേഴ്സ് ചിത്രത്തിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കാനുണ്ടായത്. ഏപ്രിൽ 18 ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് ദി അക്കൗണ്ടന്റ് 2. 2016 പുറത്തിറങ്ങിയ ദി അക്കൗണ്ടന്റ് എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൻ്റെ സീക്വലാണ് ദി അക്കൗണ്ടന്റ് 2. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ബെൻ അഫ്ലെക്ക്, ജോൺ ബ്രന്താൽ, JK സിമ്മൺസ് എന്നിവർ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആദ്യ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ഡയറക്ടർ ഗ്രെവിൻ ഓക്കോണർ അക്കൗണ്ടന്റിൻ്റെ സ്റ്റോറി ഒരു ട്രയോളജി ആയിരിക്കുമെന്ന് അനൗൺസ് ചെയ്യുകയുണ്ടായി. ആദ്യ ചിത്രം ബെൻ അഫ്ലെക്കിൻ്റെ കഥാപാത്രമായ ക്രിസ് എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് അയാളുടെ പെർസ്പെക്റ്റീവിലായിരുന്നുവെങ്കിൽ രണ്ടാം ഭാഗം മുഴുവനായി ക്രിസിൻ്റെ അനിയനായ ജോൺ ബ്രന്താലിൻ്റെ കഥാപാത്രമായ ബ്രിക്സ്റ്റണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കുമെന്ന് മൂവി ഇൻസൈഡേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിത്രത്തിലെ നായകനായ ക്രിസ് ഒരു ഫ്രീലാൻസ് അക്കൗണ്ടൻ്റാണ്. ക്രിമിനൽ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നതിനിടയിൽ ലിവിങ് റോബോട്ടിക്സ് എന്ന കമ്പനിയിലേക്ക്
അവരുടെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ക്ഷണം ലഭിക്കുകയും അവിടെ എത്തുന്ന ക്രിസിന് കമ്പനിയിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും അത് ഓഡിറ്റ് ചെയ്യണമെന്നും അറിയിപ്പ് കിട്ടുന്നു. ഓഡിറ്റിങ്ങിനിടയിൽ $60 മില്യൺ നഷ്ടമായിട്ടുള്ളത് കണ്ടെത്താൻ ക്രിസ് ഇറങ്ങുന്നതും അതിനെ തുടർന്ന് ലിവിങ് റോബോട്ടിക്സിൻ്റെ ഉടമയായ ലെയ്മറിൻ്റെ മരണവുമാണ് അക്കൗണ്ടൻ്റ് ഇതിവൃത്തം. ലെയ്മറിൻ്റെ മരണം അന്വേഷിക്കാൻ ക്രിസ് ഇറങ്ങുന്നതും അതെങ്ങനെ അനിയനായ ബ്രിക്സ്റ്റണിലേക്ക് എത്തുന്നതുമാണ് അക്കൗണ്ടൻ്റ് 2ൻ്റെ ഇതിവൃത്തം. ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് ഭീകരമായ ആക്ഷൻ രംഗങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചിത്രമാണ് അക്കൗണ്ടൻ്റ് 2. ഏപ്രിൽ 25-നാണ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് അൺടിൽ ഡൗൺ. സോണി പ്ലേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും 2015 പുറത്തിറങ്ങിയ അൺടിൽ ഡൗൺ എന്ന ഗെയിമിൻ്റെ ലൈവ് ആക്ഷൻ ചിത്രമാണിത്. ലൈറ്റ്സ് ഔട്ട്, ഷസാം, അനബൽ അഗ്രിഗേഷൻ പോലുള്ള ചിത്രങ്ങളുടെ സംവിധായകനായ ഡേവിഡ് എഫ് സാൻബർഗാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സുഹൃത്തുക്കൾ തങ്ങളുടെ 2 സുഹൃത്തുക്കളുടെ തിരോധാനത്തിൻ്റെ ആനിവേഴ്സറിയിൽ അവർ മിസ്സായ അതേ ലോഡ്ജിലേക്ക് 1 വർഷങ്ങൾക്കിപ്പുറം ഒത്തുകൂടുകയും അവിടെ അവർ തനിച്ചതാണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് സംഭവിക്കുന്ന ഭീകരാനുഭവങ്ങളും 2 സുഹൃത്തുക്കളുടെ തിരോധാനത്തിൻ്റെ ചുരുളടിക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഗംഭീര ഗ്രാഫിക്സ് വർക്കുകളും സ്റ്റോറിയിലുമുള്ള അൺടിൽ ഡൗൺ ഗെയിമേഴ്സിനിടയിൽ വലിയൊരു സ്വീകാര്യത നിറഞ്ഞൊന്നായിരുന്നു. ലൈവ് ആക്ഷൻ ചിത്രത്തിലേക്ക് വരുമ്പോൾ നിർമ്മാതാക്കൾ ഗെയിമിനോട് നീതി പുലർത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. ഏപ്രിൽ 25-നാണ് അൺടിൽ ഡൗണിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് തണ്ടർ ബോൾട്സ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫേസ് 5-ലെ അവസാന ചിത്രമാണ് തണ്ടർ ബോൾട്സ്. മാർവലിൻ്റെ സൂയിസൈഡ് സ്ക്വാഡ്. കോമിക്സിൽ ബാരൻ സീമോയാണ് അവഞ്ചേഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തണ്ടർ ബോൾട്സ് എന്ന ഫേക്ക് സൂപ്പർ ഹീറോ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് അവഞ്ചേഴ്സിൻ്റെ മടങ്ങി വരവോടെ തണ്ടർ ബോൾട്സിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ടീമിൽ നിന്നും ബാരൻ സീമോയെ പുറത്താക്കി ഹോക്കയുടെ കീഴിൽ ഒരു സൂപ്പർ ഹീറോ ടീമായിട്ടാണ് മാറുന്നത്. ലേറ്റർ മൂവിയിലേക്ക് വരുമ്പോൾ വാലന്റീനയാണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് തണ്ടർ ബോൾട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. മാർവലിൻ്റെ അടുത്ത അവഞ്ചേഴ്സ് മൂവിക്ക് ആവശ്യമായ ഒത്തിരി സർപ്രൈസ് ക്യാമിയോകൾ ഈ ചിത്രത്തിലുണ്ടാകുമെന്ന് ഇൻസൈഡേഴ്സിൻ്റെ റിപ്പോർട്ട്. റൈറ്റേഴ്സ് സ്ട്രൈക്ക് മൂലം 2024 ജൂലൈ 25 നിന്നും റീഷെഡ്യൂൾ ചെയ്ത് 2025 മെയ് 2-നാണ് തണ്ടർ ബോൾട്സ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 പുറത്തിറങ്ങി 14 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ ഫ്രാഞ്ചൈസിയിൽ നിന്നും 6ാമതൊരു ഇൻസ്റ്റാൾമെൻറ്റായി ബ്ലഡ് ലൈൻസ് എന്ന മൂവി പുറത്തിറങ്ങുന്നത്. 90s കിഡ്സിനിടയിൽ വളരെ പോപ്പുലറായ ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഫ്രാഞ്ചൈസിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. കഴിഞ്ഞ ഭാഗത്തിൻ്റെ തൊട്ടു തുടർച്ചയെന്നവണ്ണം 1960-കളിലെ ടവർ ബ്രിഡ്ജ് കൊളാപ്സിൽ നിന്നും രക്ഷപ്പെടുന്നവരുടെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചെത്തുന്ന നൈറ്റ്മെയർസും തുടർന്നുള്ള സംഭവങ്ങളും മരണത്തിൻ്റെ പിടിയിൽ നിന്നും അവർക്കെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് ചർച്ച ചെയ്യുന്നൊരു ചിത്രമാണിത്. മാർവൽ സ്റ്റുഡിയോസിലെ സ്പൈഡർമാൻ ട്രയോളജി ഡയറക്റ്റ് ചെയ്ത ജോൺ വാട്സാണ് ബ്ലഡ് ലൈൻ്റെ കഥ കൈകാര്യം ചെയ്യുന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ 6-ന് പുറമെ ചിത്രത്തിൻ്റെ 7ാമതൊരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി ഉണ്ടാവുമെന്ന് സ്റ്റുഡിയോ അനൗൺസ് ചെയ്യുകയുണ്ടായി. ബ്ലഡ് ലൈൻ മെയ് 16-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ്. ആക്ഷൻ സ്പൈ ത്രില്ലർ മൂവി ഫ്രാഞ്ചൈസിയായ മിഷൻ ഇമ്പോസിബിളിലെ ടോം ക്രൂസിൻ്റെ അവസാന ചിത്രം എന്ന നിലയിൽ ഫൈനൽ റെക്കണിംഗ് ഇതിനോടകം തന്നെ വലിയൊരു പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഇതുവരെ ഈ ഫ്രാഞ്ചൈസിയിലും മറ്റ് ലോകോത്തര ചിത്രങ്ങളിൽ നിന്നും വെച്ച് ഏറ്റവും ചെലവേറിയ $400 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രം ആക്ച്വലി ഡെഡ് റെക്കണിങ്ങിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ആദ്യം ടൈറ്റിൽ ചെയ്തിരുന്നത്. പിന്നീട് നവംബറിൽ റീടൈറ്റിൽ ചെയ്ത് ഫൈനൽ റെക്കണിംഗ് എന്നാക്കുകയായിരുന്നു. ടോം ക്രൂസ്, ഹെയ്ലി അറ്റ്വെൽത്ത്, വെനേസ കെർബി, വിനിൻ റഹംസ്, സീമൻ പേജ് എന്നീ കോർ കഥാപാത്രങ്ങൾക്ക് പുറമെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ചിത്രത്തിൻ്റെ അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത്. മനുഷ്യരാശിക്ക് ഭീഷണിയായ ഒരു വെപ്പൺ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് റഷ്യൻ സബ്മറൈനുള്ള ആളുകൾ. അതിനെ കൺട്രോളിലാക്കി ലോകത്തെ നിയന്ത്രിക്കാനും ലോകത്തിലുള്ള ഇൻ്റലിജൻസ് ഏജൻസികളുടെ വിവരങ്ങൾ ചോർത്താനും മത്സരിക്കുന്ന ലോകരാജ്യ തലവന്മാരിൽ നിന്നും എൻറ്റിറ്റി എന്ന വെപ്പണിനെ നശിപ്പിക്കാൻ അതിൻ്റെ ആക്ടിവേഷൻ കീ തിരഞ്ഞെടുക്കുന്ന ഈതൻ ഹണ്ടിൻ്റെയും സുഹൃത്തുക്കളുടെയും ശ്രമങ്ങളാണ് ഡെഡ് റെക്കണിംഗ്. അതിൻ്റെ തൊട്ടു തുടർച്ചയെന്നോണമാണ് ഹണ്ടിന് ലോകത്തെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ചിത്രമാണ് ഫൈനൽ റെക്കണിംഗ്. മൂവി ഇൻസൈഡേഴ്സ് റിപ്പോർട്ട്സ് പ്രകാരം മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസി കണ്ടിന്യൂ ചെയ്യുമെങ്കിലും ഈതൻ ഹണ്ടിൻ്റെ കഥയോ ടോം ക്രൂസോ ആയിരിക്കില്ല അടുത്ത സീരീസിലെ നായകനെന്നാണ് പറയപ്പെടുന്നത്. ഓപ്പൺഹൈമർ, ബാർബി എന്നീ ചിത്രങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് ഡെഡ് റെക്കണിംഗ് റിലീസായതിനാൽ തന്നെ അധികം പ്രേക്ഷക പിന്തുണയോ വലിയ വിജയമോ ആദ്യ ഭാഗത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ അതിൻ്റെ എല്ലാ കുറവുകളും നികത്താനായിരിക്കും ടോം ക്രൂസിൻ്റെയും MI ടീമിൻ്റെയും അടുത്ത വരവ്. മെയ് 23-നാണ് ചിത്രത്തിൻ്റെ റിലീസ്. അടുത്തൊരു ചിത്രമാണ് കരാട്ടെ കിഡ് ലെജൻഡ്സ്. 2010-ൽ പുറത്തിറങ്ങിയ ദി കരാട്ടെ കിഡിന് ശേഷം കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയിൽ നിന്നും പുറത്തിറങ്ങുന്ന 6ാമതൊരു ചിത്രമാണിത്. ഇതേ ഫ്രാഞ്ചൈസിയുടെ സ്പിൻ ഓഫായ കോബ്ര കൈ എന്ന നെറ്റ്ഫ്ലിക്സ് മാർഷൽ ആർട്സ് ഡ്രാമ സീരീസിൻ്റെ തുടർച്ചയാണ്
ഈ പുതിയ ചിത്രവും. 1984 ആദ്യ ചിത്രത്തിലെ ഓൾ വാലി കരാട്ടെ ടൂർണമെൻറ്റിന് വർഷങ്ങൾക്ക് ശേഷമാണ് കോബ്ര കൈ എന്ന സീരീസ് സംഭവിക്കുന്നത്. 6 സീസണുകളിലായി പുറത്തിറങ്ങിയ കോബ്ര കൈയുടെ 6ാമത്തെ സീസണിൻ്റെ പാർട്ട് 3 ഈ വർഷം ഫെബ്രുവരിയിലാണ് പുറത്തിറങ്ങുന്നത്. ആ ഇവൻറ്റിന് 3 വർഷങ്ങൾക്കിപ്പുറം ന്യൂയോർക്കിലേക്ക് തൻ്റെ അമ്മയോടൊപ്പം താമസം മാറുന്ന ലീ ഫോങ് ഒരു ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ ജാക്കി ചാൻ്റെ കഥാപാത്രമായ ഹാങ്ങിൻ്റെയും റാഫേൽ മക്കിയോൻ്റെ കഥാപാത്രമായ ഡാനിയൽ ലാറിസോയുടെയും സഹായത്തോടെ കരാട്ടയും കുംഫുവും ബ്ലെൻഡ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. മെയ് 30 ചിത്രത്തിൻ്റെ റിലീസ്. അടുത്തൊരു ചിത്രമാണ് ബലരീന. ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള R-rated മൂവിയാണ് ജോൺ വിക്ക് ഫ്രാഞ്ചൈസിയുടെ സ്പിൻ ഓഫ് ചിത്രമായ ബലരീന. ജോൺ വിക്ക് 3നും 4നും മധ്യയിൽ സംഭവിക്കുന്ന ഇവന്റാണ് ബലരീന. ചിത്രത്തിലെ പ്രധാന ടൈറ്റിൽ കഥാപാത്രമായ ബലരീനയായി അനാ ദെ ആർമസും നോർമൻ റീഡും ആൻ മക്ഷയും കാമിയോ അപ്പിയറൻസിൽ ജോൺ വിക്കായി കിയാനു റീവ്സും ചിത്രത്തിലെ കാസ്റ്റായിട്ട് വരുന്നുണ്ട്. ജോൺ വിക്ക് 4ന് വേണ്ടി വർക്ക് ചെയ്ത അതേ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് ബലരീനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. റസ്കാറോമിയിൽ ട്രെയിൻ അസാസിനായ ബലരീന തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കൊല്ലാൻ നടക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ചിത്രത്തിൻ്റെ കഥ നടക്കുന്ന കാലയളവിൽ വിൻസ്റ്റൻ്റെയും ഷെയറിൻ്റെയും പ്രൊട്ടക്ഷനിൽ കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ ബലരീന കഴിയുന്നതിനിടയിലാണ് ജോൺ വിക്കുമായി ബലരീനയ്ക്ക് കണക്ഷൻ സംഭവിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ ബലരീന കാണുന്നതിന് മുമ്പ് ജോൺ വിക്ക് മൂവീസ് കണ്ടിരിക്കുന്നത് ആ ഒരു കണക്ഷൻ കിട്ടുന്നതിൽ വളരെ ഉപകരിക്കും. ജൂൺ മാസം 6 ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് എലിയോ. ഇൻസൈഡ് ഔട്ട് 2ൻ്റെ വലിയൊരു സക്സസിന് ശേഷം ഡിസ്നിയുടെ ഭാഗത്തു നിന്നും പുറത്തിറങ്ങുന്ന അനിമേറ്റഡ് സൈഫൈ അഡ്വഞ്ചർ മൂവിയാണ് എലിയോ. 11 വയസ്സ് പ്രായമുള്ള എലിയോ എന്ന ആൺകുട്ടിയെ ഏലിയൻസ് ദത്തെടുക്കുകയും അവനെ ഭൂമിയുടെ അംബാസിഡർ ആവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അവിടെ നടത്തുന്ന സർവൈവലുകളും പുതിയ ഏലിയൻസുമായുള്ള ബോണ്ടിങ്ങും ആരാണ് താനെന്ന് എലിയോ കണ്ടെത്താൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സാഗാഫ്ത്രെ സ്ട്രൈക്ക് കാരണം 2024 നിന്ന് 2025 പുഷ് ചെയ്യപ്പെട്ട ചിത്രങ്ങളിലൊന്നാണിത്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ടീസറിനും ട്രെയിലറിനും വലിയൊരു പ്രേക്ഷക പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 13 ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ആനിമേറ്റഡ് മൂവി ലവേഴ്സ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗന്റെ ലൈവ് ആക്ഷൻ ചിത്രമാണിത്. ചിത്രത്തിന്റെ ആനിമേറ്റഡ് ട്രയോളജി ഡയറക്ട് ചെയ്ത ഡീൻ ഡിബ്ലോയ് തന്നെയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത്. ബെർക്ക് എന്ന ഐസ്ലാൻഡിൽ വൈക്കിങ്സും ഡ്രാഗൺസും നൂറ്റാണ്ടുകളായ ഭക്ഷണത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അവിടെ വെച്ച് ആക്രമിക്കപ്പെടുന്ന ടൂത്ത്ലെസ് എന്ന ഡ്രാഗണുമായി ഹുക്കപ്പ് എന്ന വൈക്കിംഗ് ബോയ് സൗഹൃദത്തിലാവുന്നു. തുടർന്ന് ഫുഡിന് വേണ്ടി വൈക്കിങ്സിന് ആക്രമിക്കുന്ന ഡ്രാഗൺസിന്റെ കിങ്ങായ റെഡ് ഡ്രാഗനെ കീഴ്പ്പെടുത്താൻ ടൂത്ത്ലെസ് വൈക്കിങ്ങിന്റെ കൂടെ ചേരുന്നതും ഡ്രാഗൺസിനും വൈക്കിങ്സിന്റെ കൂടെ കോഎക്സിസ്റ്റ് ചെയ്യാൻ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ആനിമേറ്റഡ് ട്രയോളജിയിലെ ബെർക്ക് ഐസ്ലാൻഡിന്റെ കിങ്ങായ സ്റ്റോയിക്കിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന ജെറാർഡ് ബട്ട്ലർ തന്നെയാണ് ചിത്രത്തിലും സെയിം കഥാപാത്രം റീപ്രൈസ് ചെയ്യുന്നത്. ജൂൺ 13 ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് 28 Years Later. 2000 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തുറന്നു റിട്ടയർമെന്റ് പിൻവലിച്ച് തിരിച്ചു വരാൻ സോണിയോട് ആവശ്യപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ബ്രാഡ് പിറ്റിനെ കൂടാതെ ഒത്തിരിയേറെ ഒറിജിനൽ ഫോർമുല 1 പ്ലെയേഴ്സും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂൺ 25 ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് മേഗൺ 2.0. 2022 പുറത്തിറങ്ങിയ സൈഫൈ ഹൊറർ ത്രില്ലർ മൂവിയായ മേഗണിന്റെ സീക്വലാണ് ഈ ചിത്രം. ചിത്രത്തിന്റെ പ്ലോട്ട് ഡീറ്റെയിൽസ് എവിടെയും അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്തിട്ടില്ല എങ്കിലും റെഡിറ്റിൽ വരുന്നൊരു പ്രധാന തിയറി മേഗണിന്റെ എൻഡിങ്ങിൽ ക്രിയേറ്ററായ ജെമ്മയുടെ ബോസ് ഡേവിഡിന്റെയും അയാളുടെ അസിസ്റ്റന്റായ കേർട്ടിനെയും മേഗൺ കൊല്ലുന്നതിന് മുമ്പ് കേർട്ട് മേഗണിന്റെ സോഴ്സ് കോഡ് അവരുടെ റൈവൽ കമ്പനിക്ക് കൈമാറിയെന്നും അവർ മേഗണിനെ പോലെയുള്ള മറ്റൊരു ഹ്യൂമനോയിഡ് AI റോബോട്ടായ അമേലിയയെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് 2 റോബോട്ടുകൾക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. ആദ്യ ഭാഗത്തിലെ ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളും 2ാം ചിത്രത്തിലും റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഹൊറർ ത്രില്ലർ മൂവി വിഭാഗത്തിൽ ജെയിംസ് വാന്റേതായി വരുന്ന അടുത്തൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണിത്. മേഗൺ 2.0ക്ക് പുറമെ ചിത്രത്തിൻ്റെതായി സോൾമേറ്റ് എന്നൊരു ചിത്രം കൂടി അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 27 മേഗൺ 2.0യുടെ റിലീസ്. സോ ഗൈസ്, ജൂൺ വരെയുള്ള മൂവീസിന്റെ ലിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ഇതിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇനി അടുത്തൊരു 6 മാസ കാലയളവിൽ ഇതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒത്തിരിയധികം പടങ്ങൾ, നമ്മുടെ 90s കിഡ്സിന് ഏറ്റവും കൂടുതൽ ഉന്മേഷം തന്ന കുറേ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്ന കുറേ പടങ്ങളുടെ അടുത്തടുത്ത ഇൻസ്റ്റാൾമെന്റുകൾ റിലീസ് ആവാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.